ഹായ് ഗൈസ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്ന കക്കാച്ചി തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് നല്ല എരിവുള്ള ഒരു തോരനാണ്. തേങ്ങ ഒക്കെ ചേർത്ത് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ക്ലോസപ്പ് ഒന്ന് നോക്കാം എല്ലാവരും. ഇതിങ്ങനെയാണ് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. കം ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കക്ക ഇറച്ചിയാണ്. അതിന് ആദ്യം ക്ലീൻ ചെയ്ത് കക്ക ഇറച്ചി എടുക്കണം. പിന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന രീതി, ഇനി വേറെ ചേരുവകളൊക്കെ ഉണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന രീതി നമുക്ക് കാണാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കി നമ്മൾ വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കണം. രണ്ട് സ്പൂണൊക്കെ കടുക് ഇടണം. ഉള്ളി ഇടുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി അത് മതിയാവും. ഇടത്തര 3 ഉള്ളി. നല്ലപോലെ ബ്രൗൺ ആണ് അല്ലേ മമ്മി? നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഉള്ളി. മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞളിടണം. മൂത്ത് വരുമ്പോൾ മഞ്ഞളിടണം. ഇനി കുറച്ച് മഞ്ഞളിടണം. കാൽ ടീസ്പൂൺ. നമ്മളിനി കാശ്മീരി ചില്ലി പൗഡർ ഇടുക. എത്ര അളവ്? കുറച്ച്, 1 സ്പൂൺ. ഒരു 1/2 സ്പൂണ്. മുളക് പൊടി 1 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ. കുരുമുളക് പൊടി എത്ര അളവ് മമ്മി? 1/4 സ്പൂൺ. 1/4 സ്പൂൺ. ചെറിയ സ്പൂൺ, തീരെ കുഞ്ഞു സ്പൂൺ. ഗരം മസാല 1/2 സ്പൂൺ ചേർത്തു. ഇത് ഗരം മസാല. മല്ലിപ്പൊടി ഇനിയും ചേർക്കണം. തീ എല്ലാം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലേ മമ്മി? മസാലപ്പൊടി ഇടുമ്പോൾ എല്ലാം തീ കുറച്ച് വേണം ചെയ്യാൻ. മല്ലിപ്പൊടി ഇട്ടു. 1/2 സ്പൂണ് മല്ലിപ്പൊടി. അത് എത്ര ഇറച്ചി? എത്ര ഇറച്ചി 250 അതിനകത്ത് എഴുതിയിട്ടില്ലേ? അതൊന്നും നോക്കിയില്ലേ? അത് കുറവാ മമ്മി, ഇറച്ചി കുറവാ. 250 ഇത് 250 ഗ്രാം കക്ക ഇറച്ചി. ഇതിന് വെള്ളം ചേർക്കണം. പിന്നെ പാകത്തിന് നമ്മൾ ഉപ്പ് ചേർക്കണം. ചൂടുവെള്ളം
ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കും. അടിച്ചു വെച്ചിട്ട് വേവിക്കണം. ഇനി തേങ്ങ ചേർക്കണം. കറി ഷർട്ട് വെച്ചില്ലല്ലേ? ഇല്ല, ഇത് പെട്ടെന്ന് വേവും. ഒരു അരമണിക്കൂർ മതി. ഇത് എന്തുവാ കറിവേപ്പില സാധാരണ കഴുകുമ്പോൾ മഞ്ഞളും ഉപ്പും ഇട്ട് വേണം ഇവിടുത്തെ മമ്മി എടുക്കുന്നത്. ഇവിടുന്ന് കോരി എടുക്കരുത്. എന്താ ഈ ഇറച്ചി അല്ലെങ്കിൽ ഇങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാം. മണ്ണോട് കൂടെ താഴ്ന്ന കൈ പോകരുത്. ആ മണ്ണ് ഇറച്ചിയിലാവും. മണ്ണില്ലാതെ എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇടണം. ഇത് നമ്മൾ തോരനായിട്ടാണ് വെക്കുന്നത്, കക്കയിറച്ചി തോരൻ. ഇനി എത്ര മിനിറ്റ് വേവിക്കണം മമ്മി? തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇളക്കിയിട്ട് ഒരു 2 സെക്കൻഡ് ഇളക്കി തേങ്ങ ഒന്ന് ചൂടായി കഴിഞ്ഞ് മാറ്റാം. അപ്പോൾ സംഭവം റെഡിയായി. ഉണ്ടാക്കുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ കക്കയിറച്ചി തോരൻ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ.